അറ്റൻഷൻ ഗായ്സ്, എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞു. ജൂലൈ 5 ആയിരുന്നു എൻ്റെ ബർത്ത്ഡേ. ഒരാഴ്ച വൈകിട്ട് അപ്ലോഡ് ചെയ്യുന്ന ഒരു വ്ളോഗാണത്. വ്ളോഗ് എന്നൊക്കെ പറയാൻ പറ്റുമോ? ഒരിക്കലും വ്ളോഗ് എന്ന് പറയാൻ പറ്റില്ല. അത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ബെസ്റ്റ് കുറച്ച് മൊമെൻറ്റ്സ് ആയിരുന്നു ഈ കഴിഞ്ഞ കേട്ടോ. എൻ്റെ കൊച്ചും എൻ്റെ കെട്ടിയവനും കൂടി എനിക്ക് തന്നൊരു ചെറിയൊരു സർപ്രൈസ്. അതിനേക്കാൾ ഉപരി അന്നത്തെ ദിവസം ഞാൻ എത്രത്തോളം എൻജോയ് ചെയ്തു എന്ന് ഞാൻ എൻ്റെ മൂക്കിൽ പല്ല് മുളയ്ക്കുന്ന സമയത്ത് എനിക്ക് കാണാൻ വേണ്ടി മാത്രം ഷൂട്ട് ചെയ്ത് വെക്കണം കുറച്ച് ക്ലിപ്സ് എല്ലാം കൂടി കലക്കി കൂട്ടി ഞാനൊന്ന് എഡിറ്റ് ചെയ്ത് ഒരു വ്ളോഗ് ആക്കിയിരിക്കുന്നു. അത്രേ ഉള്ളൂ കേട്ടോ. ബർത്ത്ഡേ എൻ്റെ കൊച്ചും എൻ്റെ കെട്ടിയവനും എന്നെ ഒരു മഹാറാണീനെ പോലെ തന്നെയാണ് കൊണ്ട് നടന്നത്. ഏറ്റവും വലിയ തിയേറ്ററിൽ കൊണ്ടുപോയി മറ്റേ ജുറാസിക് വേൾഡിൻ്റെ 3rd പാർട്ട് കൊണ്ടുപോയി കാണിച്ചു. പിന്നെന്താണ്, ഞാൻ പറയുന്ന സാധനങ്ങളൊക്കെ എനിക്ക് കഴിക്കാൻ വാങ്ങി തന്നു. ഞങ്ങൾ മാക്സിമം രാവിലെ മുതൽ രാത്രി വരെ അടിച്ചു പൊളിച്ചു. പിന്നെന്താണ്, ഇനി അടുത്ത സെലിബ്രേഷൻ കേട്ടോ. ഈ തവണത്തെ ബർത്ത്ഡേ ഫുൾ സർപ്രൈസ് ആയിരുന്നേ. ഈ 2 സാധനങ്ങളും എൻ്റെ ചങ്ക് ഫ്രണ്ട്സാണ് കേട്ടോ. അവർ രാവിലെ തന്നെ വീട്ടിൽ വന്ന്, അപ്പം ഞാൻ വിചാരിച്ചു ഇത് ബർത്ത്ഡേയുടെ തലേന്നാണ് കേട്ടോ. ജൂലൈ 5 ആണ് എൻ്റെ ബർത്ത്ഡേ. ജൂലൈ 4 രാവിലെ തന്നെ എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇവർ എൻ്റെ ബർത്ത്ഡേ എനിക്ക് സർപ്രൈസ് തരാൻ വരണമായിരിക്കും എന്ന് വിചാരിച്ചു. ഞാൻ രാവിലെ തന്നെ ഒരുങ്ങി കെട്ടിയൊക്കെ നിന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. പിന്നെ അവരാരും സർപ്രൈസ് ഒന്നുമില്ല. അവർ വൈകുന്നേരം തിരിച്ചു പോയി. അത് കഴിഞ്ഞുണ്ടല്ലോടാ രാത്രി ഞങ്ങളെല്ലാവരും ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കിടന്നു കഴിഞ്ഞപ്പോഴേക്കും ചില ആൾക്കാർ എന്നെ വന്ന് വിളിച്ചു. ആ ആൾക്കാരാണ് കേട്ടോ ഈ വീടിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ അതിക്രമിച്ച് കയറണേ. ഇതിൽ ഒരാൾ മിസ്സിംഗ് ആണ്. അയാൾ നാട്ടിൽ വെക്കേഷന് പോയേക്കാണ് കേട്ടോ. ഇവർ പാതിരാത്രി വന്ന് എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കണം. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിപ്പോട്ടെ. ഞാൻ വിചാരിച്ചു, പറഞ്ഞില്ല എൻ്റെ ഒരു ഫ്രണ്ട് നാട്ടിലാണ്. അപ്പോൾ അവളില്ലാത്ത കാരണം അവരാരും ഉണ്ടാവില്ലായിരിക്കും എന്നുള്ള ധാരണയായി പോയി. ഇവർ വൈകുന്നേരം തിരിച്ച് പോയി കഴിഞ്ഞപ്പോൾ ആക്ച്വലി ഇവരെല്ലാവരും എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്യുമായിരുന്നു. ഇവരിതൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് രാവിലെ ഇവിടേക്ക് വന്നതെന്നൊക്കെ ഞാൻ ഈ ഒരു സമയത്താണ് പറയുന്നത്. ഞാനാണെങ്കിൽ വീട്ടിലേക്ക് ഒരു നൈറ്റ് ഇട്ടുകൊണ്ടാണ് നിൽക്കുന്നത്. അയ്യോ, എനിക്ക് ആകെ ചമ്മലായി. പക്ഷേ ഉണ്ടല്ലോ, ഈ ഒരു സന്തോഷം ഒരുപക്ഷെ ഞാൻ റെഡി ആയിട്ട് നിൽക്കുകയായിരുന്നെങ്കിൽ എനിക്ക് കിട്ടില്ലായിരുന്നു. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കര സന്തോഷം കൊണ്ട് നമുക്ക് വാക്കുകളൊക്കെ കിട്ടാതിരിക്കുന്ന ഒരവസ്ഥയില്ലേ, അതിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കണം. ഇവരും കുട്ടികളും എല്ലാവരും ഉറക്കമൊഴിച്ച് എൻ്റെ ഈ ബർത്ത്ഡേ ആഘോഷിക്കാൻ നിന്നല്ലോ എന്നുള്ളൊരു സന്തോഷത്തിൽ അയ്യോ, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഈ ഒരു ബർത്ത്ഡേ. നട്ടപ്പാതിരാത്രിയുള്ള കേക്ക് കട്ടിങ് അതെന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ഒരിക്കലും മറക്കില്ല. താങ്ക് യു സോ മച്ച്. നമ്മുടെ ലൈഫിൽ ഇതേപോലെ വന്നു കിട്ടുന്ന കുറച്ച് നിമിഷങ്ങളുണ്ട് കേട്ടോ. അതിൻ്റെ സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ്. വർഷങ്ങൾ കഴിയുമ്പോൾ എനിക്ക് എൻ്റെ കൊച്ചിനെ കാണിച്ചു കൊടുക്കാം. എനിക്ക് നല്ല കുറച്ച് സുഹൃത്തുക്കളുണ്ടായിരുന്നു. എൻ്റെ ബർത്ത്ഡേ ബബുക്കുട്ടിയും അച്ഛയും കൂടി ഇങ്ങനെയായിരുന്നു സെലിബ്രേറ്റ് ചെയ്യുന്നതൊക്കെ. ഇത് രസമായിരിക്കും അല്ലേ?